നമസ്കാരം. എല്ലാവർക്കും എൻ്റെ അക്കൗണ്ടിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അക്കൗണ്ടിങ്ങിലെ ബേസിക് ടേംസ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഒരു ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരാൾ ഒരു സ്റ്റേഷനറി ഷോപ്പ് തുടങ്ങാൻ തീരുമാനിച്ചു. സ്റ്റേഷനറി ഷോപ്പ് നിങ്ങൾക്കെല്ലാം അറിയാം. നിങ്ങളുടെ സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ ഒക്കെ അടുത്ത് കണ്ടിട്ടുണ്ടാവും. ബുക്സും പെന്നും ഒക്കെ സെല് ചെയ്യുന്ന ഷോപ്പ്. അപ്പോൾ ഈ ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ച ആളാണ് അതിൻ്റെ ഓണർ. അതുപോലെ ആ ഓണർ ഒരു ബിൽഡിംഗ് എടുത്തു. ABC സ്റ്റേഷനറി ഷോപ്പ് എന്ന് പറഞ്ഞ് നെയിം ബോർഡൊക്കെ വെച്ചു, ബുക്സും പെന്നും ഒക്കെ അവിടെ സെയിലിന് വെച്ചു. ആ ഷോപ്പിനെ പറയുന്ന പേരാണ് എൻറ്റിറ്റി അല്ലെങ്കിൽ എന്റർപ്രൈസ്. ഇനി ഈ ബിൽഡിംഗ് എടുക്കണം, അതിൻ്റെ റെന്റ് കൊടുക്കണം, അതിൽ ഈ സാധനങ്ങളൊക്കെ മേടിക്കാനും ഒക്കെ ക്യാഷ് വേണം. അതിനുവേണ്ടി ഓണർ കൊണ്ടുവരുന്ന മണിയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബിസിനസ് തുടങ്ങുന്ന ആളെയാണ് നമ്മൾ ഓണർ എന്ന് പറയുന്നത്. ഈ ഷോപ്പ് അതിനെയാണ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ഓണർ എൻറ്റിറ്റി തുടങ്ങാൻ വേണ്ടി കൊണ്ടുവരുന്ന എമൗണ്ട് ആണ് ക്യാപിറ്റൽ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓണർ, person or persons who bring in money to start the business. അത് ഒരാളോ രണ്ടുപേരോ അതോ കുറെ ആൾക്കാരോ കൂടി പൈസ കൊണ്ടുവന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത അവരെയാണ് ഓണർ അല്ലെങ്കിൽ ഓണേഴ്സ് എന്ന് പറയുന്നത്. എൻറ്റിറ്റി, an organization created by one or more individuals to carry out the functions of a business and maintains a separate legal existence, that is separate from its owner. ഈ ABC സ്റ്റേഷനറി ഷോപ്പാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഓർഗനൈസേഷൻ. അതാണ് എൻറ്റിറ്റി. അക്കൗണ്ടിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓണർ എന്ന് പറഞ്ഞ ആളും ഈ എൻറ്റിറ്റിയും ഡിഫറെൻ്റ് ആൾക്കാരായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം നമ്മൾ ബിസിനസിൻ്റെ ട്രാൻസാക്ഷൻസിന് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഓണറിൻ്റെ ട്രാൻസാക്ഷന് വേണ്ടി അല്ല. Capital, amount invested by the owner in the firm is called capital. It can be in the form of cash or assets. In the form of cash, ഇപ്പോൾ ഓണേഴ്സ് ബിസിനസ് തുടങ്ങാൻ കുറച്ച് ക്യാഷ് കൊണ്ടുവന്നു, അതാണ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദ ഫോം ഓഫ് അസറ്റ്സ് എന്താണ്? ഇപ്പോൾ ഓണറിന്റെ വീട്ടിൽ ഒരു പഴയ ലാപ്ടോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ പഴയ കുറച്ച് ചെയർസ് ഉണ്ട്. അത് ഈ ഷോപ്പിൽ യൂസ് ചെയ്യാൻ എടുത്തുകൊണ്ട് വന്നു. പുതിയതിന് ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല. അതും ക്യാപിറ്റലാണ് ഇൻ ദ ഫോം ഓഫ് അസറ്റ്സ്. ഇപ്പോൾ ഈ സ്റ്റേഷനറി ഷോപ്പിന്റെ ബിസിനസ് എന്താണ്? ഷോപ്പ് ബുക്സ് മേടിക്കുന്നു. എക്സാമ്പിൾ, ഒരു ബുക്കിന് 100 റുപ്പീസ് ആണെന്ന് വെക്കുക. അത് ഒരു 20 റുപ്പീസ് കൂട്ടി കസ്റ്റമേഴ്സിന് സെല് ചെയ്യുന്നു, അല്ലേ? അപ്പോൾ അവിടെ സെല് ചെയ്യാൻ വെച്ചേക്കുന്ന ഈ ബുക്സ്, പെന്ന്, പെൻസിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്, അല്ലേ? ഒരു സ്റ്റേഷനറി ഷോപ്പ് ആണെങ്കിൽ അവർ ഏത് പ്രോഡക്ട്സിലാണ് ഡീൽ ചെയ്യുന്നത്? ബുക്സ്, പെന്ന്, പെൻസിൽ അങ്ങനെയല്ല, ഇതൊക്കെ അതാണ് അവരുടെ ഗുഡ്സ്. അതുപോലെ ഇപ്പോൾ ഒരു കേക്ക് ഷോപ്പ് ആണെങ്കിലോ, കേക്ക്സ് ആണ് അവരുടെ ഗുഡ്സ്. ക്ലിയർ അല്ലേ? ഈ ബുക്സ് മേടിക്കുമ്പോഴും സെല് ചെയ്യുമ്പോഴും ഒക്കെ അവിടെ എന്തെങ്കിലും എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. എന്താണ് എക്സ്ചേഞ്ച് ഉള്ളത്? കസ്റ്റമറിന് ബുക്ക് കൊടുക്കുന്നു, അതുപോലെ കസ്റ്റമർ ഷോപ്പിന് ക്യാഷ് കൊടുക്കുന്നു. അതാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഗുഡ്സ്. ഗുഡ്സ് refers to the products in which the business unit is dealing. ഇപ്പൊ പറഞ്ഞു സ്റ്റേഷനറി ഷോപ്പിന്റെ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ബുക്സ്, പെന്ന് അങ്ങനത്തെയൊക്കെയാണ്. ഐറ്റംസ് ദാറ്റ് ആർ പർച്ചേസ് ഫോർ യൂസ് ഇൻ ദ ബിസിനസ് ആർ നോട്ട് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരു ഫേർണിച്ചർ സെല്ലർ ആണെങ്കിൽ അവിടെ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചെയർസ്, ടേബിൾസ് ഒക്കെ അവരുടെ ഗുഡ്സ് ആണ്. പക്ഷെ ഇപ്പൊ കേക്ക് ഷോപ്പ് ആണെങ്കിലോ അവിടെയും ഉണ്ടാവും ചെയറും ടേബിളൊക്കെ അവർക്ക് ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് സെല്ല് ചെയ്യാനാണോ വെച്ചേക്കുന്നത്? അല്ല. അപ്പോൾ ഒരു കേക്ക് ഷോപ്പിനെ സംബന്ധിച്ച് ചെയറും ടേബിളും ഒന്നും അവരുടെ ഗുഡ്സ് അല്ല. പക്ഷെ ഒരു ഫേർണിച്ചർ സെല്ലറിന്
അത് അവരുടെ ഗുഡ്സ് ആണ്. അടുത്തത് ട്രാൻസാക്ഷൻ. എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഫോർ മണി ഓർ മണീസ് വർത്ത്. എക്സാമ്പിൾ, സെയിൽ ഓഫ് ഗുഡ്സ്. ഷോപ്പ് കസ്റ്റമറിന് ഗുഡ്സ് സെല് ചെയ്യുമ്പോൾ അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് നടക്കുന്നുണ്ട്. അപ്പൊ അതൊരു ട്രാൻസാക്ഷൻ ആണ്. ഇതുപോലെ റെസീറ്റ് ഓഫ് ക്യാഷ്. ആ കസ്റ്റമർ ഷോപ്പിന് ക്യാഷ് പേ ചെയ്യുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ക്യാഷ് നടക്കുന്നു. അതും ഒരു ട്രാൻസാക്ഷൻ ആണ്. ട്രാൻസാക്ഷൻസ് രണ്ട് തരത്തിലുണ്ട്. ആദ്യത്തേതാണ് ക്യാഷ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ ഇൻ വിച്ച് ക്യാഷ് ഇസ് പെയ്ഡ് ഓർ റിസീവ്ഡ് ഇമ്മീഡിയറ്റ്ലി. എക്സാമ്പിൾ, ക്യാഷ് സെയിൽ ഓഫ് ഗുഡ്സ് ഓഫ് ₹15,000. ഈ ഷോപ്പ് ഒരാൾക്ക് 15,000 വർത്ത് ഓഫ് ഗുഡ്സ് സെല് ചെയ്തു. അപ്പൊ തന്നെ അയാൾ ക്യാഷും കൊടുത്തു ഷോപ്പിന്. അതാണ് ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ട്രാൻസാക്ഷൻ ഇൻ വിച്ച് ക്യാഷ് ഇസ് പെയ്ഡ് ഓർ റിസീവ്ഡ് അറ്റ് എ ലേറ്റർ ഡേറ്റ്. എക്സാമ്പിൾ, സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ ₹15,000. ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് ഷോപ്പിൽ പറയുകയാണ്, ഞാൻ 15,000 വർത്ത് ഓഫ് ഗുഡ്സ് മേടിക്കാം. അപ്പോൾ ഷോപ്പ് കസ്റ്റമർക്ക് ഈ 15,000 റുപ്പീസ് പേ ചെയ്യാനായിട്ട് ഒരു 1 മന്ത് ടൈം കൊടുക്കുവാണ്. അപ്പം തന്നെ ക്യാഷ് വേണ്ട, ഒരു 1 മന്തിനകം ഈ 15,000 തന്നാൽ മതി. അതാണ് സെയിൽ ഓഫ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതാണ് ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. വീണ്ടും നമുക്ക് സ്റ്റേഷനറി ഷോപ്പിന്റെ ബിസിനസ്സിലേക്ക് വരാം. സ്റ്റേഷനറി ഷോപ്പ് നോർമലി ഒരു ഹോൾസെയിലറിന്റെ അടുത്തുനിന്ന് കുറച്ച് വില കുറച്ച് ബുക്സ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിൽ കുറച്ച് പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് ഒരു കസ്റ്റമർക്ക് സെല്ല് ചെയ്യും. അതാണ് അവരുടെ ബിസിനസ്. അപ്പൊ ഈ ഹോൾസെയിലറിന്റെ കയ്യിൽ നിന്ന് ഈ ഷോപ്പ് മേടിക്കുന്ന ഗുഡ്സിന്റെ ഒരു വാല്യൂ ഇല്ലേ, അതിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. അതുപോലെ ഷോപ്പ് കസ്റ്റമർക്ക് വിൽക്കുന്ന ആ ഗുഡ്സിന്റെ വാല്യൂനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. Purchases. Purchases are total amount of goods procured by a business on cash or credit for use or sale. On cash or credit. ഇപ്പം നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷനും ക്രെഡിറ്റ് ട്രാൻസാക്ഷനും കണ്ടു. അതുപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അപ്പം തന്നെ കൊടുത്ത് മേടിക്കാം. അതിനെയാണ് ക്യാഷ് പർച്ചേസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഹോൾസെയിലർ ഷോപ്പിന് ടൈം തരുവാണ്, നിങ്ങൾ 1 മന്തിനകം ഇതിന്റെ എമൗണ്ട് പേ ചെയ്താൽ മതി. അതാണ് ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഇവിടെ ഫോർ യൂസ് ഓർ സെയിൽ എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? ഇൻ എ ട്രേഡിംഗ് കൺസേൺ പർച്ചേസസ് ആർ മെയ്ഡ് ഫോർ റീസെയിൽ. ഇപ്പൊ സ്റ്റേഷനറി ഷോപ്പിന്റെ കാര്യം എടുക്കാം. അവിടെ സെല് ചെയ്യാൻ വെച്ചേക്കുന്ന ഈ ബുക്സ് ഒന്നും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഈ ബുക്ക്, പെന്ന് ഒക്കെ അവര് വേറൊരാളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്ത് കസ്റ്റമറിന് സെല് ചെയ്യും. അതാണ് ട്രേഡിംഗ്. അപ്പൊ അവര് പർച്ചേസ് ചെയ്യുന്നത് ജസ്റ്റ് റീസെയിലിന് വേണ്ടി മാത്രമാണ്. പക്ഷെ ഒരു മാനുഫാക്ചറിംഗ് കൺസേൺ ആണെങ്കിലോ, ഇൻ എ മാനുഫാക്ചറിംഗ് കൺസേൺ raw materials are purchased, processed further into finished goods and then sold. ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ഫേർണിച്ചർ മാനുഫാക്ചറേഴ്സ്, അവര് ചെയർ, ടേബിൾ ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ബിസിനസ് ആണ് അവരുടെ. അപ്പോൾ ഒരു ചെയർ ഉണ്ടാക്കാൻ ആദ്യം അവര് വുഡ് മേടിക്കും. എന്നിട്ട് അത് കട്ട് ചെയ്ത് പിന്നെ അസംബിൾ ചെയ്ത് പെയിന്റ് ചെയ്ത് ഫൈനലി ആണ് ചെയറിന്റെ ഷേപ്പിലാക്കിയിട്ട് പിന്നെ സെല് ചെയ്യും. ഇതാണ് മാനുഫാക്ചറിങ്. ഇവിടെ ഫൈനൽ പ്രോഡക്റ്റ്, അതായത് ചെയർസ്, അതാണ് ഫിനിഷ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ അത് മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഐറ്റംസ് ലൈക്ക് ഈ വുഡ്, അതാണ് റോ മെറ്റീരിയൽസ്. സെയിൽസ്, total revenues from goods or services sold or provided to customers. നേരത്തെ പറഞ്ഞു, ആ ഷോപ്പ് കസ്റ്റമറിന് സെല്ല് ചെയ്യുന്ന ആ ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. സെല്ല് ചെയ്യുന്ന സമയത്ത് തന്നെ പൈസ കൊടുത്ത് മേടിക്കുവാണെങ്കിൽ അതിനെയാണ് ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത്. അല്ല, ഇപ്പം നിങ്ങൾക്ക് കുറച്ച് സമയം തരുവാണ്, നിങ്ങൾ പിന്നെ പേ ചെയ്താൽ മതി ക്യാഷ്, അങ്ങനെ പറഞ്ഞ് സെല്ല് ചെയ്യുവാണെങ്കിൽ അതാണ് ക്രെഡിറ്റ് സെയിൽസ്. ഇപ്പോൾ ഈ ABC സ്റ്റേഷനറി ഷോപ്പ് ഒരു കസ്റ്റമറിന് ക്രെഡിറ്റില് സെയിൽസ് നടത്തി. അപ്പോൾ അയാളെ പറയുന്ന പേരാണ് ഡെറ്റർ. ഡെറ്റർ എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഹാസ് ടു പേ ടു ദ ബിസിനസ് ഫോർ
getting goods and services on credit. അയാൾ സാധനം മേടിച്ചുകൊണ്ട് പോയി, പക്ഷെ ക്യാഷ് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കണം. അയാളെ പറയുന്ന പേരാണ് ഡെറ്റർ. അതുപോലെ ക്രെഡിറ്റർ, a person to whom business has to pay for getting goods or services on credit. ഇപ്പം നമ്മുടെ ABC സ്റ്റേഷനറി ഷോപ്പ് ഒരു ഹോൾസെയിലറിൻ്റെ അടുത്ത് നിന്ന് കുറേ ഗുഡ്സ് ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്തു. അവർക്ക് നമ്മൾ ഇനി ക്യാഷ് കൊടുക്കണം. അപ്പോൾ ആ ഹോൾസെയിലറിനെ അല്ലെങ്കിൽ ആരുടെ അടുത്ത് നിന്നാണോ നമ്മൾ പർച്ചേസ് ചെയ്തത് അവരെയാണ് ക്രെഡിറ്റർ എന്ന് പറയുന്നത്. കാരണം അവർക്ക് നമ്മൾ ഇനി ഇതിനുള്ള എമൗണ്ട് കൊടുക്കണം. വൗച്ചർ, the documentary evidence in support of a transaction is known as voucher. അപ്പോൾ ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ എത്ര എമൗണ്ട് കൊടുത്തു, എത്ര എമൗണ്ട് കിട്ടി എന്നൊക്കെ പിന്നീട് ഒരിക്കലും നോക്കണമെങ്കിൽ ഒരു പേപ്പർ വേണം. അതൊക്കെ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ളത്, അതാണ് വൗച്ചർ. എക്സാമ്പിൾ, ക്യാഷ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അപ്പം തന്നെ ഒരു ക്യാഷ് മെമ്മോ ഇഷ്യൂ ചെയ്യും. ഇത്രയും എമൗണ്ടിന് ഒരു 10,000 റുപ്പീസിന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്യാഷ് മെമ്മോ എന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം അപ്പം തന്നെ ക്യാഷ് കൊടുത്തിട്ടാണ് നമ്മൾ ആ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ക്രെഡിറ്റ് പർച്ചേസിന്റെ സമയത്ത് അപ്പോൾ ഒരു ഇൻവോയ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്, ഒരു ബില്ല്. അത് നമ്മൾ ഇനി ഫ്യൂച്ചറിൽ എമൗണ്ട് അതിനു വേണ്ടി പേ ചെയ്യാൻ ഉണ്ട്. അതുപോലെ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ക്രെഡിറ്റ് പർച്ചേസിന് എഗെയിൻസ്റ്റ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റെസീറ്റ് ഇഷ്യൂ ചെയ്യും. ഈ ഇൻവോയ്സിന് എഗെയിൻസ്റ്റ് നിങ്ങൾ ഇത്ര എമൗണ്ട് പേ ചെയ്തു എന്ന് പറയും. ബാക്കി അക്കൗണ്ടിങ് ടേംസ് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.